നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സമരചരിത്രത്തിലേക്ക് ധീരോദാത്തമായ ഒരു നൂറ്റാണ്ട് സമ്മാനിച്ച VS അച്യുതാനന്ദന് നാട് അതിവൈകാരികമായ യാത്രയയപ്പ് നൽകുന്നു. VSന്റെ അവസാന യാത്ര നിശ്ചയിച്ച സമയക്രമമെല്ലാം തെറ്റിച്ച് തിരുവനന്തപുരത്തു നിന്നും വിലാപയാത്ര പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തിയത് 22 മണിക്കൂർ കൊണ്ട്. ഇനി ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം, സംസ്കാരം അതിനുശേഷം. രണസ്മരണകൾ ഇരമ്പുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. കാണിപ്പയ്യൂരിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞു. മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്തിങ്കൽ വീട്ടിൽ 82 വയസ്സുള്ള ശാരദയുടെ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത്. ദൃശ്യങ്ങൾ CCTVക്ക്. പോലീസ് അന്വേഷണം ഊർജിതം. ആശങ്കക്കിടയാക്കി കുഴഞ്ഞു വീണു മരണങ്ങൾ. ചാലിശ്ശേരിയിൽ 14-കാരൻ കളി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടൻ കുഴഞ്ഞു വീണു മരിച്ചു. പടിഞ്ഞാറെ പട്ടിശ്ശേരി മുല്ലശ്ശേരി മാടേക്കാട്ട് മണികണ്ഠന്റെ മകൻ അതുൽ കൃഷ്ണയാണ് മരിച്ചത്. എയ്യാൽ സ്വദേശിനിയായ വിദ്യാർത്ഥിനി കോളേജിൽ കുഴഞ്ഞു വീണു മരിച്ചു. കുത്തുകല്ല് ഒരക്കെങ്കിൽ ഔസേബ് മകൾ 21 വയസ്സുള്ള കൃപയാണ് മരിച്ചത്. പിതൃമോക്ഷ പുണ്യവുമായി കർക്കിടക വാവുബലി വ്യാഴാഴ്ച. ചടങ്ങുകൾക്കായി തർപ്പണ കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും ഒരുങ്ങി. പഞ്ചവടി കടപ്പുറത്തും പഴഞ്ഞി തുപ്പേശ്വര ക്ഷേത്രത്തിലും വിപുലമായ ക്രമീകരണങ്ങൾ. ഡോൾഫിന്റെ ജഡം വീണ്ടും കരക്കടിഞ്ഞു. കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് തീരത്താണ് ജഡം കരക്കടിഞ്ഞത്. കഴിഞ്ഞ ദിവസവും ബ്ലാങ്ങാട് ബീച്ചിൽ ജഡം കരക്കടിഞ്ഞിരുന്നു. അടുത്തിടെയുണ്ടായ കപ്പൽ അപകടങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഡോൾഫിനുകൾ ചത്തടിയുന്നതെന്ന ആശങ്ക തീരമേഖലയിൽ വ്യാപകമായി. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സമര ചരിത്രത്തിലേക്ക് ധീരോദാത്തമായ ഒരു നൂറ്റാണ്ട് സമ്മാനിച്ച വേലിക്കകത്ത് വീട്ടിലേക്ക് ഇനി സമരസൂര്യൻ മടങ്ങിയെത്തില്ല. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VSന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വേലിക്കകത്ത് വീട്ടിൽ നിന്നും ആലപ്പുഴയിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയി. ആയിരക്കണക്കിന് ആളുകളാണ് VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വീട്ടിലെത്തിയത്. നിശ്ചയിച്ച സമയക്രമമെല്ലാം തെറ്റിച്ചാണ് എന്നും സമയനിഷ്ഠ പുലർത്തിയ VSന്റെ അവസാന യാത്ര. തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആൾക്കൂട്ടത്തിന്റെ ആദരം ഏറ്റുവാങ്ങി VSന്റെ വിലാപയാത്ര 22 മണിക്കൂർ കൊണ്ടാണ് പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തിയത്. വഴിനീളെ പെരുമഴയത്തും അർദ്ധരാത്രിക്കപ്പുറവും തടിച്ചുകൂടി നിന്ന 10,000-കണക്കിന് മനുഷ്യരുടെ ആദരം അദ്ദേഹം ഏറ്റുവാങ്ങി. ഒടുവിൽ പുന്നപ്രയിലെ വീട്ടിലെത്തിയപ്പോൾ അവിടം മറ്റൊരു ജനസാഗരമായി മാറിക്കഴിഞ്ഞിരുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള 100-കണക്കിന് ആളുകൾ രാവിലെ മുതൽ വീട്ടിലെത്തി കാത്തുനിൽക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോടെ പുന്നപ്രയിലെ വീട്ടിലേക്ക് വിലാപയാത്ര എത്തുമെന്നായിരുന്നു കരുതിയിരുന്നത്. തിരുവമ്പാടിയിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും അരമണിക്കൂറിനുള്ളിൽ പൊതുദർശനം പൂർത്തിയാക്കി ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വിലാപയാത്ര നീങ്ങും. പൊതുജനങ്ങൾക്ക് ഇവിടെയും VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പ്രമുഖ നേതാക്കൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ട്. സംസ്കാര സമയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം നടക്കുക. കാണിപ്പയ്യൂരിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞു. മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്തിങ്കൽ വീട്ടിൽ 82 വയസ്സുള്ള ശാരദയുടെ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത്. ഹോണ്ട ഡിയോ സ്കൂട്ടറിൽ വന്ന 2 പേരാണ് വീട്ടിൽ കയറി മാല പൊട്ടിച്ചു കൊണ്ടുപോയത്. പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗം പൊട്ടിച്ചെടുത്താണ് മോഷ്ടാക്കൾ കടന്നുകളഞ്ഞത്. വാതിൽ തുറന്നിട്ട് അങ്ങോട്ട് കയറി വന്നിട്ട് ഉപ്പ് ഇവിടെ വെച്ചു. ഉപ്പ് വെച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു. ഇരിക്കാനൊന്നും പറ്റില്ല. എന്നിട്ട് അയാള് കണ്ട് ഇതെടുത്തിട്ട് അങ്ങോട്ട് നീക്കിയിട്ട് കണ്ടു. അയ്യോ എന്റെ ഇത് എടുത്തില്ലെന്ന് പറഞ്ഞിട്ടൊക്കെ ഉറക്കാൻ വിളിക്കാൻ പറ്റണില്ല. എനിക്ക് വയ്യാത്തതല്ല. എന്നിട്ട് അയാള് കണ്ടു ഒറ്റ പോക്ക പോയിട്ട് ഇങ്ങനെ
ഇതെങ്ങനെ പോയി, ഒരാളും ഇല്ല. ബ്ലാങ്ങാട് ബീച്ചിൽ വീണ്ടും ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞു. കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് തീരത്താണ് ബുധനാഴ്ച രാവിലെ ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞത്. കഴിഞ്ഞ ദിവസം ബ്ലാങ്ങാട് ബീച്ചിൽ മറ്റൊരു ഡോൾഫിന്റെ അഴുകിയ ജഡം കരക്കടിഞ്ഞിരുന്നു. ജഡം ലൈഫ് ഗാർഡ്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് DMC അധികൃതരുടെ നേതൃത്വത്തിൽ രാത്രിയിൽ തന്നെ കടൽ തീരത്തിന് വടക്കുഭാഗത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്ത് സംസ്കരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച ബ്ലാങ്ങാട് ബീച്ചിൽ നിന്നും തെക്ക് ഭാഗത്ത് 3 കിലോമീറ്റർ മാറി മറ്റൊരു ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞത്. അടുത്തിടെയുണ്ടായ കപ്പൽ അപകടങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഡോൾഫിനുകൾ ചത്തടിയതെന്ന ആശങ്ക ഇതോടെ തീരമേഖലയിൽ വ്യാപകമായിട്ടുണ്ട്. കോറി വേസ്റ്റുമായി വന്ന ലോറി റോഡിടിഞ്ഞ് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച കാലത്ത് 11 മണിയോടെ ചങ്ങരംകുളം വളയംകുളം മാങ്കുളത്താണ് സംഭവം. കുളത്തിനു സമീപത്തെ വീട്ടിലേക്ക് നിർമ്മാണ ആവശ്യത്തിന് കോറി വേസ്റ്റുമായി എത്തിയ ടിപ്പർ ലോറിയാണ് റോഡരികിലുണ്ടായിരുന്ന ആഴമേറിയ കുളത്തിലേക്ക് വീണത്. കുളത്തിന്റെ വശത്തെ ഭിത്തിയും റോഡരികും ഇടിഞ്ഞതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി കുളത്തിലേക്ക് മറിയുകയായിരുന്നു. പൂർണ്ണമായും മുങ്ങിത്താഴ്ന്ന ലോറിയിൽ നിന്ന് തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ ഡ്രൈവർ രക്ഷപ്പെട്ടത്. 30 അടിയിലേറെ താഴ്ചയുള്ള കുളത്തിൽ വീണ ലോറി പൂർണ്ണമായും മുങ്ങി. മണിക്കൂറുകളുടെ ശ്രമഫലമായാണ് ക്രെയിൻ ഉപയോഗിച്ച് ലോറി കരയ്ക്ക് കയറ്റിയത്. പതിനാലുകാരൻ കുഴഞ്ഞു വീണു മരിച്ചു. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി മുല്ലശ്ശേരി മാടേക്കാട്ട് മണികണ്ഠന്റെ മകൻ അതുൽ കൃഷ്ണയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കളി കഴിഞ്ഞ് തിരികെ വീട്ടിൽ മടങ്ങിയെത്തിയ അതുൽ കൈകാലുകൾ കഴുകുന്നതിനിടെ തളർന്നു വീഴുകയായിരുന്നു. ഉടൻ തന്നെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കോക്കൂർ ടെക്നിക്കൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. രമ്യ മാതാവും ആദർശ് സഹോദരനുമാണ്. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. എയ്യാൽ സ്വദേശിനിയായ വിദ്യാർത്ഥിനി കോളേജിൽ കുഴഞ്ഞു വീണു മരിച്ചു. കുത്തുകല്ല് ഒലയ്ക്കെങ്കിൽ ഔസേപ്പ് മകൾ 21 വയസ്സുള്ള കൃപയാണ് മരിച്ചത്. തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. പനി ബാധിതയായിരുന്നു. കുഴഞ്ഞു വീണതിനെ തുടർന്ന് തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പോലീസ് ചമഞ്ഞ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം. പഴഞ്ഞി സ്കൂളിന് സമീപത്തുള്ള കുരിശുപള്ളിയോട് ചേർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നിടത്താണ് പോലീസ് എന്ന വ്യാജേന എത്തിയവർ ബാഗുകൾ പരിശോധിച്ച് മോഷണം നടത്തിയത്. ബാഗുകളിൽ ഉണ്ടായിരുന്ന പണവും ID കാർഡുകളും നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നവരെ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചക്കംകണ്ടത്തെ മാലിന്യ പ്രശ്നം വീണ്ടും സജീവ ചർച്ചയാകുമ്പോൾ ചക്കംകണ്ടത്തിന്റെ ദുർവിധി പറയുന്ന ഒരു ഹ്രസ്വചിത്രവും ശ്രദ്ധിക്കപ്പെടുകയാണ്. 11 വർഷം മുമ്പ് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത്. എന്ത് മണ നാറിയിട്ട് വയ്യ, എല്ലാരും മൂക്ക് പൊത്തിക്കും. ഇതാണോ വീഗാലാൻഡ്? മാഷ് എന്തിനാ 2014 അധ്യാപകരായ റാഫി നീലങ്കാവിൽ നിർമ്മാണവും രചനയും സൈജോ കണനായ്ക്കൽ സംവിധാനവും നിർവഹിച്ച തവളയും ചാവും മീനും ചാവും ചാച്ചിക്കുട്ടിയും ചാവും എന്ന ലഘുചിത്രമാണ് ഇന്നും അതിന്റെ പ്രസക്തി നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നത്. ചക്കംകണ്ടത്തെ പുഴയെയും അവിടുത്തെ നിവാസികളുടെ ദുരന്ത ജീവിതത്തെയും പ്രമേയമാക്കിയാണ് ചിത്രം ഒരുക്കിയത്. എത്രയോ ഭംഗിയുള്ള സ്ഥലമായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ആ കാണുന്നതാണ് കണ്ടൽക്കാട്. കണ്ടില്ലേ? ദേ കൊക്കുകൾ വന്നു. കണ്ടില്ലേ? എത്രയോ മനോഹരമായിരുന്ന സ്ഥലമാണെന്നറിയോ? ഈ ആവാസ വ്യവസ്ഥയെയാണ് മലിനീകരണം മൂലം നാം തകർത്തുകൊണ്ടിരിക്കുന്നത്. ശുദ്ധജല സ്രോതസ്സുകളായ നദികൾ, തോടുകൾ ഇവയൊക്കെ മാലിന്യം ഒഴുക്കിവിടാനുള്ള അഴുക്കുചാലുകളാക്കി നാം മാറ്റി. മാലിന്യം മൂലം പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശം ഇല്ലാതാകുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ ദുരിത ജീവിതവും കാഴ്ചകളും അതുപോലെ തുടരുന്നു എന്നതിൽ ഏറെ ദുഃഖം തോന്നുന്നുവെന്ന് പാവർട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ അധ്യാപകൻ കൂടിയായ റാഫി നീലങ്കാവിൽ പറയുന്നു. വലിയ തോടുവഴിയെത്തുന്ന മാലിന്യം കായൽ വഴി അറബിക്കടലിലേക്കാണ് ഒഴുകുന്നത്. വലിയ മത്സ്യ സമ്പത്തുൾപ്പെടെയുള്ള ആവാസ വ്യവസ്ഥയെയാണ് ഇതില്ലാതാക്കുന്നത്. മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ സംസ്കരിക്കുന്നതിനുള്ള പദ്ധതികളാണ് നാം പരിഗണിക്കേണ്ടത്. ആധുനിക സമൂഹത്തിന്റെ മാർഗങ്ങൾ ഇനിയെങ്കിലും സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചക്കംകണ്ടം കായലിൻ്റെ ദുർവിധിയാണ് 14 വർഷങ്ങൾക്ക് മുന്നേ
തവളയും ചാവും, മീനും ചാവും, ചാച്ചിക്കുട്ടിയും ചാവും എന്ന ഹ്രസ്വ ചിത്രത്തിന് പ്രേരകമായത്. അവിടുത്തെ ആളുകളുടെ ദുസ്സഹമായ ജീവിതം നേരിട്ട് കണ്ടപ്പോഴാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണെന്ന് മനസ്സിലായത്. ഈ വലിയ തോടിൽ നിന്ന് വരുന്ന ഈ മാലിന്യം പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു മാലിന്യം മുഴുവൻ എത്തിച്ചേരുന്നത് എവിടേക്കാണെന്ന് നമ്മുടെ ചേറ്റുവ കായലിൽ നിന്ന് നമ്മുടെ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗം മീനുകളും ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ അതോടുകൂടി ഇല്ലാതാവുകയാണ്. ഹ്രസ്വ ചിത്രത്തിലെ ഏതാനും ഭാഗങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ഷോർട്ട് ഫിലിമിന്റെ പൂർണ്ണരൂപം ജനകീയ ചലച്ചിത്രവേദി എന്ന യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും പുറത്തിറക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ സുന്ദരമുഖങ്ങൾ മാത്രമല്ല, നമ്മൾ മൂലം വികൃതമാക്കിയ ഈ മുഖങ്ങളും നാം കാണണം. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ KSRTC സ്വിഫ്റ്റ് ബസ് റോഡിൽ നിന്നും തെന്നിമാറി അപകടം. ആർക്കും പരിക്കില്ല. പത്തനാപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി 11-നാണ് സംഭവം. ടോറസ് ലോറി പെട്ടെന്ന് മുന്നിലേക്ക് കടന്നു വന്നതോടെ അപകടം ഒഴിവാക്കാൻ വെട്ടിച്ച ബസ് റോഡിൽ നിന്നും തെന്നിമാറി പാതയോരത്തേക്ക് ചെരിയുകയായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ചാണ് വാഹനം നിന്നത്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കി. റോഡിൽ വാഹനം കിടക്കുന്നതിനാൽ ഗതാഗത തടസ്സവും രൂക്ഷമായി. ക്രെയിൻ ഉപയോഗിച്ച് ബസ് പിന്നീട് ഇവിടെ നിന്നും നീക്കി. ചെമ്മന്തിട്ട മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട് നടത്തി. ബുധനാഴ്ച രാവിലെ 5-ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം, ഗജപൂജ എന്നിവയ്ക്ക് ശേഷം കൊമ്പൻ ഹരിപ്പാട് അപ്പുവിനും അമ്പാടി മഹാദേവനും ആദ്യ ഉരുള നൽകിക്കൊണ്ട് തന്ത്രി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി എറവക്കാട് വാസുദേവൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. ഔഷധക്കൂട്ടുകൾ ചേർത്ത ചോറും നാളികേരം, ശർക്കര, വിവിധതരം പഴവർഗ്ഗങ്ങളുമാണ് ആനകൾക്ക് നൽകിയത്. കർക്കിടകം 1 മുതൽ 7 വരെ ക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നന്ദിനി ടീച്ചറുടെ നേതൃത്വത്തിൽ 31 ദിവസവും രാമായണ പാരായണം നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് 5-ന് നാലമ്പല ദർശനം നടത്തുന്നതിൽ താൽപ്പര്യമുള്ളവർ ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആനയൂട്ടിന് ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് രാജൻ നമ്പീശൻ, സെക്രട്ടറി രാജു പുതുമന, ട്രഷറർ അനിൽ നമ്പീശൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ഗുരുവായൂർ പഞ്ചാരമുക്കിൽ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തിൽ പോസ്റ്റ് തകർന്നു. മറ്റത്തു നിന്നും വരികയായിരുന്ന കാറിന് മുന്നിലേക്ക് ബൈക്ക് വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റ് തകർന്നതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. വിവരമറിഞ്ഞ വാർഡ് കൗൺസിലർ PK നൌഫൽ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. KSEBയുടെ നേതൃത്വത്തിൽ പുതിയ പോസ്റ്റ് സ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. സേവനപാതയിൽ 1 വർഷം പിന്നിടുന്ന കോട്ടപ്പടി അഭയ ഭവൻ വയോജന കേന്ദ്രത്തിൽ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ സന്ദർശനം നടത്തി. സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത, മദ്രാസ് ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ ഫിലക്സിനോസ് മെത്രാപ്പൊലിത്ത, അഭയഭവൻ വൈസ് പ്രസിഡന്റ് ഫാദർ ജോസഫ് ചെറുവത്തൂർ, അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, ആമുഖ എക്സിക്യൂട്ടീവ് അംഗം ഫാദർ സക്കറിയ കൊളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. അഭയഭവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വൈദികർ, അഭയഭവൻ കോർഡിനേറ്റർമാർ, സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബത്താനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കിൻഡർഗാർട്ടൻ വിദ്യാർത്ഥികൾ ദേശീയ മാമ്പഴ ദിനം ആചരിച്ചു. ഇന്ത്യയുടെ ദേശീയ ഫലവും പഴങ്ങളുടെ രാജാവുമായ മാമ്പഴത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഈ ദിനാചരണം സഹായകമാകുമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗീവർഗീസ് മാത്യു പറഞ്ഞു. മാമ്പഴത്തിന്റെ പ്രാധാന്യം, പോഷക ഗുണങ്ങൾ, കാർഷിക പ്രാധാന്യം എന്നിവ ഉൾപ്പെടുത്തി കഥ, പാട്ട്, ഡാൻസ് എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. മാമ്പഴം കൊണ്ടുള്ള സ്വാദിഷ്ടമാർന്ന വിഭവങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ബെനിറ്റ ചാർലി, KV പ്രവിത, B ജയന്തി എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ PTA ജീവകാരുണ്യ സംഘടനയായ
മാക്സ് ഡ്രീം ഫൗണ്ടേഷൻ, ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി എന്നിവയും പ്രമുഖ ആശുപത്രികൾ, ആരോഗ്യരംഗത്തെ സംഘടനകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ സെമിനാറും നടത്തുന്നു. ജൂലൈ 26-ാം തീയതി രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ ദന്തരോഗം, നേത്രരോഗം, കാർഡിയോളജി, പൾമനോളജി, ആയുർവേദം, ജനറൽ മെഡിസിൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ പ്രഗത്ഭ ഡോക്ടർമാരുടെ സേവനവും ബ്ലഡ് ടെസ്റ്റ്, ജനറൽ ചെക്കപ്പ് തുടങ്ങി വിവിധ പരിശോധനകളും സൗജന്യമായി ലഭ്യമാകും. ആരോഗ്യ സംരക്ഷണ ഉപകരണങ്ങളും നൽകുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സെമിനാറുകളും ഉണ്ടായിരിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. രജിസ്ട്രേഷനായി 94 46 98 84 12 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കർക്കിടക വാവുബലിക്കായി തർപ്പണ കേന്ദ്രങ്ങൾ ഒരുങ്ങി. പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായ പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിക്ക് ഒരുക്കങ്ങളായതായി ഗുരുപ്രഭാശ്രമം സെക്രട്ടറി അമേയാനന്ദ സ്വാമികൾ അറിയിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണി മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം ശാന്തിമാരായ സുമേഷ്, വേലായുധൻ എന്നിവരുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടക്കുന്ന പിതൃതർപ്പണത്തിന് ആയിരങ്ങളാണ് വർഷം തോറും എത്താറുള്ളത്. തർപ്പണശേഷം പിതൃമോക്ഷത്തിനായി നടത്തുന്ന തിലഹവനം, സായുജ്യപൂജ എന്നീ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ്. തർപ്പണശേഷം പ്രഭാത ഭക്ഷണവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ ചാവക്കാട് സബ് യൂണിറ്റ് ജനറൽ ബോഡി യോഗവും സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി. ഗുരുവായൂർ നഗരസഭ ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ജോസ് ലൂയിസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് ആദരവും നൽകി. സംസ്ഥാന പ്രസിഡന്റ് AN മോഹനൻ, സംസ്ഥാന ട്രഷറർ V അൻവർ, മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഷീർ ഹാജി, ജില്ലാ പ്രസിഡന്റ് സുരേഷ് വാര്യർ, സെക്രട്ടറി AB രാജേഷ്, വൈസ് പ്രസിഡന്റ് വിനോദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വർഗീസ് കോടങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CT ഡെന്നീസ് സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് CC ജോസൻ നന്ദിയും പറഞ്ഞു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും KDISCും സംയുക്തമായി നടപ്പിലാക്കുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ 7ാം പതിപ്പിൽ ജില്ലാതല വിജയികളായി കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. 2ാം വർഷ ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികളായ AS റിഫാൻ, PB ഷബാന എന്നിവരാണ് 25,000 രൂപയുടെ സമ്മാന തുകയ്ക്കും സംസ്ഥാനതല മത്സരത്തിനും അർഹത നേടിയത്. ജില്ലാതലത്തിൽ നടത്തിയ മൂല്യനിർണ്ണയത്തിൽ തെരഞ്ഞെടുത്ത മികച്ച 12 ടീമുകളിൽ ചാവക്കാട് ഉപജില്ലയിലെ തന്നെ ഏക വിദ്യാലയമായി മാറിയിരിക്കുകയാണ് കടപ്പുറം ഗവൺമെന്റ് VHSS. കേച്ചേരി മമ്പൗൽ ഹുദ എക്സലൻസി അക്കാദമിയിൽ ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനലിന്റെ ഉദ്ഘാടനം നടന്നു. പുതുതലമുറയ്ക്ക് ഒപ്പം ചുവടുറപ്പിച്ച് അക്കാദമിയിൽ സജ്ജമാക്കിയ ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ മമ്പൗൽ ഹുദ അഡ്മിനിസ്ട്രേറ്റർ അഷ്റഫ് സഖാഫി വാവൂർ വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. എക്സലൻസി പ്രിൻസിപ്പൽ യാസിൻ നൂറാനി അധ്യക്ഷത വഹിച്ചു. HR മാനേജർ മുസദ്ദിഖ് ഇളമരം, അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ അസ്സലാം സഖാഫി, ഫാറൂഖ് സഖാഫി, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ ഖയ്യൂം ബാഖവി എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,330 രൂപ, പവന് 74,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 125 രൂപ. ചരമം. കുന്നംകുളം ആർത്താറ്റ് വാണിയം പറമ്പിൽ ചിന്നൻ മകൻ സാബു എന്ന സുനിൽകുമാർ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ നടന്നു. ബീന ഭാര്യയും ആദിദേവ്, അമൽദേവ് എന്നിവർ മക്കളുമാണ്. പട്ടിക്കര നാലകത്ത് പരേതനായ NK കുഞ്ഞുമോൻ മകൻ മുഹമ്മദ് കുട്ടി നിര്യാതനായി. 70 വയസ്സായിരുന്നു. ചുണ്ടൽ പഞ്ചായത്ത് മുൻ മെമ്പറും കുന്നംകുളം ഫിഷ് മാർക്കറ്റ് NK കുഞ്ഞുമോൻ ആൻഡ് സൺസ് കമ്പനി ഉടമയുമാണ് പരേതൻ. ഖബറടക്കം പട്ടിക്കര പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ജമീലയാണ് ഭാര്യ. അനീസ് റഹ്മാൻ, ഷഹന, പരേതനായ നിമീഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ സമരചരിത്രത്തിലേക്ക് ധീരോദാത്തമായ ഒരു നൂറ്റാണ്ട് സമ്മാനിച്ച VS അച്യുതാനന്ദന് നാട് അതിവൈകാരികമായ യാത്രയയപ്പ് നൽകുന്നു. VSന്റെ അവസാന യാത്ര നിശ്ചയിച്ച സമയക്രമമെല്ലാം തെറ്റിച്ച് തിരുവനന്തപുരത്തു നിന്നും വിലാപയാത്ര പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തിയത് 22 മണിക്കൂർ കൊണ്ട്. ഇനി ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം. സംസ്കാരം അതിനുശേഷം. രണസ്മരണകൾ ഇരമ്പുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. കാണിപ്പയ്യൂരിൽ ബൈക്കിലെത്തിയ 2 അംഗ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞു. മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്തിങ്കൽ വീട്ടിൽ 82 വയസ്സുള്ള ശാരദയുടെ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത്. ദൃശ്യങ്ങൾ CCTVക്ക്. പോലീസ് അന്വേഷണം ഊർജിതം.
ആശങ്കക്കിടയാക്കി കുഴഞ്ഞു വീണു മരണങ്ങൾ. ചാലിശ്ശേരിയിൽ 14-കാരൻ കളി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടൻ കുഴഞ്ഞു വീണു മരിച്ചു. പടിഞ്ഞാറെ പട്ടിശ്ശേരി മുല്ലശ്ശേരി മാടേക്കാട്ട് മണികണ്ഠന്റെ മകൻ അതുൽ കൃഷ്ണയാണ് മരിച്ചത്. എയ്യാൽ സ്വദേശിനിയായ വിദ്യാർത്ഥിനി കോളേജിൽ കുഴഞ്ഞു വീണു മരിച്ചു. കുത്തുകല്ല് ഒരക്കെങ്കിൽ ഔസേബ് മകൾ 21 വയസ്സുള്ള കൃപയാണ് മരിച്ചത്. പിതൃമോക്ഷ പുണ്യവുമായി കർക്കിടക വാവുബലി വ്യാഴാഴ്ച. ചടങ്ങുകൾക്കായി തർപ്പണ കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും ഒരുങ്ങി. പഞ്ചവടി കടപ്പുറത്തും പഴഞ്ഞി തുപ്പേശ്വര ക്ഷേത്രത്തിലും വിപുലമായ ക്രമീകരണങ്ങൾ. ഡോൾഫിന്റെ ജഡം വീണ്ടും കരക്കടിഞ്ഞു. കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് തീരത്താണ് ജഡം കരക്കടിഞ്ഞത്. കഴിഞ്ഞ ദിവസവും ബ്ലാങ്ങാട് ബീച്ചിൽ ജഡം കരക്കടിഞ്ഞിരുന്നു. അടുത്തിടെയുണ്ടായ കപ്പൽ അപകടങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഡോൾഫിനുകൾ ചത്തടിയുന്നതെന്ന ആശങ്ക തീരമേഖലയിൽ വ്യാപകമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.